ഹലോ കൂട്ടുകാരെ, നമുക്കൊരു നാടൻ കപ്പ ബിരിയാണി നമുക്ക് കഴിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടല്ലോ നാട്ടിൽ നമ്മൾ പേരെടുത്ത വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ നമ്മൾ ചെന്നാൽ പോലും നമ്മുടെ ആ കേരളത്തിൻ്റെ തനതായ ടേസ്റ്റ് ശരിക്കും മാറിപ്പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ പോലും പണിയെടുക്കുന്ന ആളുകൾ അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണ്. നോർത്ത് ഇന്ത്യയുടെ ഒരു സ്റ്റൈൽ ഓഫ് ടേസ്റ്റിങ്ങിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നാടൻ തട്ടുകടകളാണ്. ഇതിപ്പോൾ നമ്മുടെ മൂന്നാറിലുള്ള ഒരു തട്ടുകടയാണ് ഒരു കപ്പ ബിരിയാണി നമ്മൾ കഴിച്ചത്. അതാ ഉണ്ടാക്കുന്ന രീതിയും അതാ ഉണ്ടാക്കി വരുന്ന അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര മനോഹരമാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. നന്നായിട്ട് ഇളകി ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് സവോളയും നല്ല കുരുമുളക് പൊടിയും അതുപോലെ വെളിച്ചെണ്ണയും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് അടിയിൽ നല്ല ചൂട് വരുന്നുണ്ട്. വീണ്ടും അതിനെ ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കി ചേർക്കണം. ഈ ആ കുരുമുളകിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, ഒറിജിനൽ സാധനം. മൂന്നാറിലൊക്കെ ആകുമ്പോൾ ഒറിജിനൽ ആ കുരുമുളക്, ആ സവോള, ഇതിൻ്റെ എല്ലാ ഒരു നല്ലൊരു സ്മെല്ല് കൂട്ടിയായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്രയും ഗ്രേവി ആയിട്ട് കുറച്ചും കൂടി ഗ്രേവി കൂട്ടി ഒഴിക്കാൻ പറഞ്ഞിട്ടാണ് അളവിൻ്റെ പാത്രമാണ് കണ്ടോ. അളവ് പാത്രത്തിലേക്ക് നിറച്ചെടുത്തിട്ടാണ് നമ്മൾ പാഴ്സലായിട്ടുള്ളതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ആ പാഴ്സൽ ചെയ്യാനുള്ള സംഭവം സെറ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ആണ്. കാണാനും അതേപോലെ നമ്മൾ മണം മൂക്കുകൊണ്ട് ആദ്യം കഴിച്ചു, അതിനുശേഷം പോയി നമ്മളത് കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, എൻ്റെ മുട്ടേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ.